إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയൊരു അനുഗ്രഹത്തിൽപ്പെട്ട കാര്യമാണ് ആഫിയത്ത് എന്നുള്ളത്. ആ ആഫിയത്ത് നഷ്ടപ്പെട്ടു പോയ അനേകം ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമുക്ക് ചുറ്റുമുണ്ട്. വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകൾ, മാനസികമായും ശാരീരികമായും മരണത്തെ പോലും മുന്നിൽ കണ്ടുകൊണ്ട് വിവിധങ്ങളായ പരീക്ഷണങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ആളുകൾ സഹോദരങ്ങളെ നമുക്ക് ചുറ്റുമെമ്പാടുമുണ്ട്. എന്നാൽ ഇത്തരം പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്ന സമയത്ത് നമ്മൾ വളരെ കൃത്യമായി ചിന്തിക്കേണ്ട കാര്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗങ്ങളാകട്ടെ അല്ല, ഇങ്ങനെയുള്ള മുഴുവൻ പരീക്ഷണങ്ങളാകട്ടെ റബ്ബ് സുബ്ഹാനഹു വ തആല അത് വെറുതെ സൃഷ്ടിച്ചതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമായ ഒരു അടിമയെ നശിപ്പിക്കുന്നതിന് വേണ്ടിയല്ല, അവന് വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ളത്. മറിച്ച് രോഗങ്ങൾക്കോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾക്കോ ബുദ്ധിമുട്ടുകൾക്കോ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ വലിയ ഹിക്മത്തുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുണ്ട്. നോക്കൂ, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَلَنَبْلُوَنَّكُمْ നിങ്ങളെ തീർച്ചയായും പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫ്, ചിലപ്പോൾ നിങ്ങൾക്ക് പേടിയായിരിക്കും, ഭയമായിരിക്കും, നിർഭയത്വമില്ലാത്ത അവസ്ഥയിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കുന്ന പരീക്ഷണത്തിന്റെ ഒരു രൂപമാണ്. വൽ ജൂ, നിങ്ങൾക്കൊരു പക്ഷേ ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥയുണ്ടാകാം, പട്ടിണികളായി നിങ്ങൾ കഴിയേണ്ടി വരാം. വനഖ്സിൻ മിനൽ അംവാൽ, സാമ്പത്തികമായ നഷ്ടങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്നത് അത് അല്ലാഹുവിന്റെ പരീക്ഷണമത്രേ. വൽ അൻഫുസി വസ്സമറാത്ത്, അതുപോലെ തന്നെ സഹോദരങ്ങളെ ജീവനഷ്ടവും അതുപോലെ തന്നെ സമറാത്ത് കായികനികളിലുള്ള നഷ്ടവുമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇതിലാർക്കാണ് ലാഭമുണ്ടാക്കാൻ സാധിക്കുക? ഇത്തരം പരീക്ഷണങ്ങളിൽ രക്ഷപ്പെടുന്ന ആളുകൾ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വബശ്ശിരി അസ്സാബിരീൻ, ഇത്തരം പരീക്ഷണത്തിൽ ക്ഷമ കാണിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഈ രൂപത്തിൽ ഏത് പരീക്ഷണങ്ങൾ ഉണ്ടായാലും അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചതാണ് ഈ കാര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമിക്കുന്നവരാണ്. അല്ലദീന ഇദാ അസാബത്ഹും മുസീബ, അവർക്ക് വല്ല മുസീബത്തും സംഭവിച്ചാൽ ഖാലു ഇന്നാ ലില്ലാഹ്, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ള പരീക്ഷണം തന്നെയാണ്. അല്ലാഹു ഉദ്ദേശിക്കാതെ ഒരു പരീക്ഷണവും ദുനിയാവിൽ ഉണ്ടാവുകയില്ല. എനിക്ക് ബാധിച്ച രോഗമാകട്ടെ, എന്റെ കുടുംബക്കാർക്ക് ബാധിച്ച രോഗമാകട്ടെ, പ്രയാസമാകട്ടെ, അല്ലാഹു ഉദ്ദേശിച്ചത് കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഇന്നാ ലില്ലാഹ്, നമ്മൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്നെന്നും ഈ പ്രയാസങ്ങളും പരീക്ഷണങ്ങളും അനുഭവിച്ചുകൊണ്ട് ഇവിടെ കഴിയേണ്ടി വരികയില്ല. അല്ലാഹുവിന്റെ അടുക്കൽ തിരിച്ചെത്താനുണ്ട്. ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു തആലയുടെ പരീക്ഷണത്തിന്, ഈ പറയുന്ന പരീക്ഷണത്തിന് ക്ഷമിക്കുകയാണെങ്കിൽ അല്ലാഹു തആല ഒരുക്കുന്ന പ്രതിഫലം അവനിക്ക് ലഭിക്കാനുണ്ട് എന്ന് ചിന്തിക്കുന്നവനാണ്. ഉലൈക അലൈഹിം സ്വലവാത്തു മിർ റബ്ബിഹിം വറഹ്മ, അല്ലാഹു തആല പറയാൻ ഇങ്ങനെ ക്ഷമിക്കുന്ന ആളുകൾക്കാണ് അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹവും കാരുണ്യമുള്ളത്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ,
അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗത്തിന്റെ വഴിയൊരുക്കിയിട്ടുള്ളത് എന്ന് സഹോദരങ്ങളെ പറയുകയാണ്. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം പരീക്ഷണങ്ങളിലും പ്രയാസങ്ങളിലും സഹിക്കുന്ന മുഅ്മിനെ കുറിച്ച് വളരെ അത്ഭുതത്തോടുകൂടി പറയുകയാണ്, അജബൻ ലിഅംറിൽ മുഅ്മിൻ, ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, അവൻ സംഭവിക്കുന്ന മുഴുവൻ കാര്യങ്ങളും നന്മയാണ്. ഹൃദയത്തിൽ ഈമാനുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ബാധിക്കുന്ന മുഴുവൻ കാര്യങ്ങളും അവന് നന്മ തന്നെയാണ്. വലൈസ ദാക ലിഅഹദിൻ ഇല്ലാ ലിൽമുഅ്മിൻ, അതൊരു വിശ്വാസിക്കല്ലാതെ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇൻ അസാബത്ഹു സറാഅ ശകറ ഫകാന ഖൈറൻ ലഹ്, അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില വേളകളിൽ അവന്റെ മനസ്സിനും കണ്ണിനും കുളിർമയേകുന്ന അവസരങ്ങൾ നൽകും, സന്തോഷങ്ങൾ നൽകും. അപ്പോൾ അള്ളാഹുവിനെ മതിമറക്കുന്ന അവസ്ഥയിലേക്കല്ല, മറിച്ച് അള്ളാഹുവിനെ കൃത്യമായി നന്ദി കാണിക്കുകയും അങ്ങനെ നന്ദി കാണിക്കുക വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഖൈർ നിശ്ചയിക്കുകയും ചെയ്യും. വൈന അസാബത്ഹു ദർറാ, അവനിന് പ്രയാസമാണ് ഉണ്ടാകുന്നതെങ്കിൽ സ്വബറ ഫകാന ഖൈറൻ ലഹ്, അവൻ ക്ഷമിക്കുകയും അത് അവർ ഖൈറായി തീരുകയും ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഈ പ്രയാസങ്ങൾ നിങ്ങളെ തളർത്താനുള്ളതല്ല, നിങ്ങളെ പ്രയാസപ്പെടുത്താൻ മാത്രം ഉദ്ദേശിച്ചതല്ല. അല്ല, അല്ലാഹു തആല അവൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കാര്യവും അതിൽ പൂർണ്ണമായ തിന്മയില്ല. ബാഹ്യമായി തിന്മയാണെന്ന് ഷർറാണെന്ന് നമുക്ക് തോന്നിയാൽ പോലും അതിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഒരുപാട് ഹിക്മത്തുകളുണ്ട്. ഒരു വേള നമുക്ക് ഒരുപാട് നന്മകൾ ലഭിക്കുന്നതിനേക്കാളും ഖൈറായിരിക്കും ഇത്തരത്തിലുള്ള ഷർറുകൾ നമുക്ക് താൽക്കാലികമായി ഉണ്ടാകുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാൻ, മുസീബത്തുൻ തുഖ്ബിലു ബിഹാ അലല്ലാഹി ഖൈറുൻ ലക മിൻ നിഅമത്തിൻ തുൻസീക ദിക്റല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് നൽകുന്ന ഒരു മുസീബത്താണ് നിനക്ക് ഖൈർ. അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ കാരണത്താൽ അള്ളാഹു തആലയെ തന്നെ നീ മറന്നു പോകുന്നതിനേക്കാൾ ഖൈറായത് അള്ളാഹുലേക്ക് നീ മടങ്ങുന്ന ചില മുസീബത്തുകളാണ് എന്ന് പറയാൻ. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവർ അള്ളാഹുവിനെ തന്നെ മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. അള്ളാഹുവിനെ ഓർക്കുന്നില്ല, നിസ്കാരമില്ല, നോമ്പില്ല, സാമ്പത്തികമായി റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചിട്ട് സകാത്തില്ല, സദഖകളില്ല, അള്ളാഹു തആലയെ മറന്നുപോയ എത്ര ആളുകളാണുള്ളത്. എന്നാൽ ഇപ്പുറത്ത് റബ്ബ് സുബ്ഹാനഹു വ തആലയെ ശരിയായ വിധം ഇബാദത്ത് ചെയ്തതിനു ശേഷവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അവർ അള്ളാഹുലേക്ക് തന്നെ കൂടുതൽ ഖേദിച്ചു മടങ്ങുന്ന ആളുകളെയും നമുക്ക് നേർക്കുനേരെ കാണാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, രോഗങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിന്റെ പിന്നിൽ വലിയ ഹിക്മത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും ചില ഹിക്മത്തുകൾ നമുക്ക് അറിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളയുമെന്നുള്ളതാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാ യുസീബുൽ മുസ്ലിം, ഒരു മുസ്ലിമിന് അവനൊരു കാര്യം ബാധിക്കുകയാണ്, മിൻ നസബിൻ വലാ വസബ്, അത് ചിലപ്പോൾ ഒരു ക്ഷീണമായിരിക്കാം, അതല്ലെങ്കിൽ രോഗമായിരിക്കാം, വലാ ഹമ്മിൻ വലാ ഹുസ്നിൻ, കഴിഞ്ഞുപോയ കാര്യത്തെ ആലോചിച്ചുകൊണ്ടുള്ള ടെൻഷനുകളായിരിക്കാം, ഭാവിയെ കുറിച്ചിട്ടുള്ള ആകുലതകളായിരിക്കാം, ഇങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിലുള്ള മാനസികമായ പ്രയാസം, വല അദ, അതല്ലെങ്കിൽ ശാരീരികമായിട്ട് തന്നെ ഉപദ്രവങ്ങൾ അവനുണ്ടാകാം, വല ഗമ്മിൻ, അവന്റെ ഹൃദയങ്ങൾക്ക് കുടുസത അനുഭവിക്കുന്ന അവസ്ഥയുണ്ടാകാം. സഹോദരങ്ങളെ, ഇതെല്ലാം ബാധിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ പ്രയാസം എന്താണെന്ന് കൃത്യമായി അറിയുന്നതാണ്. ഒന്ന് ചിരിക്കാൻ പോലും സാധിക്കാതെ മാനസികമായ പിരിമുറുക്കങ്ങളും ടെൻഷനുകൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഒരു മുസ്ലിമിനെ ഇങ്ങനെ ബാധിച്ചാൽ ഇല്ല ഹത്ത ശൗകതി യുഷാകുഹ, നടന്നു പോകുന്ന വഴിയിൽ നിന്നും ഒരു മുള്ളാണ് അവന്റെ കാലിൽ തറച്ചവന് വേദന ഉണ്ടായതാണെങ്കിലും ശരി, ഇല്ല കഫറല്ലാഹു ബിഹാ മിൻ ഖതായാ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസം നീ സഹിച്ചതിന്റെ കാരണത്താൽ നിന്റെ പാപം റബ്ബ് സുബ്ഹാനഹു വ തആല പുറത്തു തരുമെന്നുള്ളതാണ്. സഹോദരങ്ങളെ, നമ്മുടെ പാപം പുറത്തു കിട്ടുക എന്നുള്ളതിനേക്കാളും വലിയ നിഅമത്ത് നമുക്ക് എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അനുഭവിപ്പിക്കുന്ന ഈ പ്രയാസങ്ങൾ അത് വെറുതെയല്ല. നിന്റെ ശാരീരികമായിട്ടുള്ള പ്രയാസമാകട്ടെ, മാനസികമായിട്ടുള്ള പ്രയാസമാകട്ടെ, സാമ്പത്തിക നഷ്ടങ്ങൾ കൊണ്ടുള്ള നിന്റെ ഏത് രൂപത്തിലുള്ള പ്രയാസങ്ങളാകട്ടെ, അതിൽ അനുഭവിക്കുന്ന ടെൻഷനുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് കൃത്യമായ പാപമോചനം നൽകുമെന്നുള്ളതാണ്. നോക്കൂ, മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ത്രീയുടെ അടുക്കലേക്ക് പോകുകയാണ്. ഉമ്മു സായിബ് അല്ലെങ്കിൽ ഉമ്മുൽ മുസയ്യിബ് എന്നാണ് പറയപ്പെടുന്നത്. അവർ ശക്തമായ പനിയാണുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാലകി യാ ഉമ്മു സായിബ്, ഓ ഉമ്മു സായിബ്, നിനക്ക് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? തുസഫ്ഫീൻ, നീ ഇങ്ങനെ ശക്തമായി ഉറക്കുന്നുണ്ടല്ലോ. അവർ പറഞ്ഞു, അൽ ഹുമ്മ ലാ ബാറകല്ലാഹു ഫീഹാ, പനിയാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പനി ആക്ഷേപിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തുസബ്ബിൽ ഹുമ്മ, നീ പനി ആക്ഷേപിക്കാൻ പാടില്ല. ഫഇന്നഹാ തുദ്ഹിബു ഖതായ ബനി ആദം,
അത് മനുഷ്യരുടെ പാവങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പോക്കിക്കളയാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഖമാ യുദ്ഹിബുൽ കീറു ഖബസൽ ഹദീദ്, ഉല ഇരുമ്പിന്റെ മാലിന്യങ്ങൾ അപ്രകാരം നീക്കുന്നുവോ അതുപോലെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള തിന്മകൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം പോക്കിക്കളയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളതാണ് പനിയെന്നാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് ഏതെങ്കിലും ഒക്കെ ഒരു രോഗം അല്ലാഹു തആല നിശ്ചയിക്കുകയാണെങ്കിൽ പനിയുണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കും. കാരണം പനി അത് ശരീരം മുഴുവൻ ബാധിക്കുന്നതാണ്. ശരീരത്തിന് ബാധിച്ച മുഴു തിന്മകളെയും മായ്ച്ചു കളയാൻ അത് മതിയായതാണ് എന്ന് സഹോദരങ്ങളെ മഹാനായ സ്വഹാബി പറയുകയാണ്. അതുകൊണ്ട് ഈ പറയുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെ അത് മായ്ച്ചു കളയാനാണ്. അതുപോലെ നാളെ സ്വർഗത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പദവികൾ ഉയർത്തിത്തരാൻ വേണ്ടിയിട്ടാണ് അത്തരം കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശക്തമായ പനി ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടക്കയിൽ കിടന്നു മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു പോയി, എന്താണ് റസൂലെ, താങ്കൾ ഇങ്ങനെയൊന്നുമല്ലല്ലോ, ഞങ്ങളിൽ ഒരാൾ ഇങ്ങനെ ചെയ്താൽ താങ്കൾ ആക്ഷേപിക്കുമല്ലോ എന്ന രൂപത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന സ്വാലിഹീന യുശദ്ദദു അലൈഹിം, തീർച്ചയായും സാലിഹീങ്ങളായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ച് വഴിപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്കുള്ള പ്രയാസങ്ങൾ അത് കടുത്തത് തന്നെയായിരിക്കും. വ ഇന്നഹു ലാ യുസീബു മുഅ്മിനുൻ നസ്ബതു മിൻ ഷൗക, ഒരു മുഅ്മിനിന് ഒരു മുള്ളുകൊണ്ടാണെങ്കിലുമുള്ള ഉപദ്രവം സംഭവിച്ചു, ഫമാ ഫൗക ദാലിക്, അതിനു മുകളിലുള്ള പ്രയാസമാകട്ടെ, ഇല്ലാ ഹുത്തത് ബിഹി അൻഹു ഖതിയ, അല്ലാഹു തആല അത് മുഖേന അവന്റെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കുന്നതാണ്. വറുഫിഅ ബിഹാ ദറജ, അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിലെ ഉന്നതമായ സ്ഥാനം അവന് നൽകുന്നതാണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. കാരണം ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും, ചില വ്യക്തികൾ നല്ല മനസ്സിന്റെ ഉടമകളായിരിക്കും, നല്ല മനസ്സിന്റെ ഉടമകളാണ്, അവർക്ക് സ്വർഗത്തിലെത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. പക്ഷേ അവർക്ക് സ്വാലിഹായ അമലുകളൊന്നും തന്നെ അവരുടെ ജീവിതത്തിലില്ല, നല്ല നന്മകളൊന്നും അവർ ചെയ്യുന്നില്ല. അത്തരക്കാർക്ക് ചിലപ്പോൾ പരീക്ഷണങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇന്നൽ അബ്ദ ഇദാ സബഖത് ലഹു മിനല്ലാഹി മൻസില ലം യബ്ലുഹാ ബിഅമലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിക്ക് നല്ലൊരു സ്ഥാനം സ്വർഗത്തിൽ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ അമലുകൾ കൊണ്ടൊന്നും അവന് ആ സ്ഥാനം എത്തിപ്പിടിക്കാൻ സാധിക്കുകയില്ല. ഇബ്തലല്ലാഹു ഫീഹി ജസദിഹി ഔ ഫീ മാലിഹി ഔ ഫീ വലദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ രോഗങ്ങൾ കൊണ്ട് അവന്റെ ശാരീരികമായ പ്രയാസങ്ങൾ കൊടുത്തേക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ കൊടുത്തേക്കാം, അതല്ലെങ്കിൽ കുട്ടികളിലോ മറ്റോ ഒക്കെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിക്ക് നൽകിയേക്കാം. സുമ്മ സബറഹു അലാ ദാലിക്, പിന്നീട് ക്ഷമിക്കാനുള്ള കഴിവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവനെ നൽകും. ഹത്താ യുബ്ലിഗുൽ മൻസിലതി അല്ലതി സബഖത് ലഹു മിനല്ലാഹി തആല, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗീയ സ്ഥാനം എത്തിപ്പിടിക്കുന്നതുവരെയും പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പരീക്ഷണങ്ങൾ വരുമ്പോൾ ചില ആളുകളെങ്കിലും ഒക്കെ ചിന്തിച്ചേക്കും, ഞാൻ അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവനാണല്ലോ, 5 നേരം നിസ്കരിക്കുന്നവനാണല്ലോ, വർഷാവർഷം സകാത്ത് കൊടുക്കുന്നവനാണ്, റമളാനിൽ നോമ്പെടുക്കുന്നവനാണ്, സാധിക്കുന്നത് പോലെ എന്നെ കൊണ്ട് സാധിക്കുന്ന ഒരുപാട് നന്മകളൊക്കെ ചെയ്യുന്നവനാണല്ലോ, പിന്നെ എന്തേ പരീക്ഷണം? ഒരു വേള ആളുകൾ ചിന്തിക്കുന്ന കാര്യമാണ്. നമുക്ക് ചുറ്റുമുള്ള പല രാജ്യങ്ങളിലും പരീക്ഷണങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് ആളുകളുടെ മനസ്സ് പതറിപ്പോകാറുണ്ട്. എന്തേ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന മുഅ്മിൻ ഈമാനിൽ അടിയുറച്ചു നിൽക്കുന്ന ആളുകൾക്ക് എന്തേ പരീക്ഷണങ്ങളെന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. സഹോദരങ്ങളെ, അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം ഇതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉന്നതമായ സ്ഥാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങൾ അത് പുറത്തു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തി സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാൻ അല്ലാഹു ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതല്ലാതെ മറ്റൊന്നുമല്ല. അല്ലാഹു തആല ആരെയും തളർത്താനോ ആരെങ്കിലും പ്രതിസന്ധിയിൽ മാത്രമായി നിശ്ചയിക്കാനോ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളതല്ല ഇത്തരം പരീക്ഷണങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഹുജിബത്തിൻ നാറു ബിശ്ശഹവാത്ത്, തീർച്ചയായും നരകമെന്ന് പറയുന്നത് അത് ശഹവത്തുകൾ കൊണ്ട്, ദേഹേച്ഛകൾ കൊണ്ട് മൂടപ്പെട്ടിട്ടുള്ള കാര്യമാണ്. വഹുജിബത്തിൻ ജന്നതു ബിൽ മകാരിഹ്, എന്നാൽ സ്വർഗം എന്ന് പറയുന്നത് ഒരുപാട് നമുക്ക് പ്രയാസകരമായ കാര്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിട്ടുള്ളതാണ്. രോഗങ്ങൾ അത്തരത്തിൽപ്പെട്ട കാര്യമാണ്. സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല. പല രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. അതിൽ ക്ഷമിക്കുന്നോ ഇല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ കാര്യം അതിന്റെ ഹിക്മത്ത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു തആല പറഞ്ഞു, ഖുദ്സിയായ ഹദീസാണ്, യഖൂലുല്ലാഹു അസ്സ വജൽ മൻ അദ്ഹബ്തു ഹബീബതൈഹി
ആരുടെയെങ്കിലും പ്രിയങ്കരമായ 2 കാര്യങ്ങൾ, അവന്റെ കണ്ണുകളാണ് ഉദ്ദേശിക്കുന്നത്, അത് ഞാൻ അവനിൽ നിന്ന് പോക്കിയിട്ടുണ്ടെങ്കിൽ ഫസബറ, ആ കാഴ്ച ഇല്ലാത്തതിന്റെ പേരിൽ അവൻ അള്ളാഹുവിനെ പഴിച്ചിട്ടില്ല, വിധിയെ പഴിച്ചിട്ടില്ല, ക്ഷമിച്ചു. വഹ്തസബ ലം അർള ലഹു സവാബൻ ദൂനൽ ജന്ന, അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗമല്ലാതെ അവന് വേണ്ടി ഞാൻ തൃപ്തിപ്പെടുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാൻ. അതുകൊണ്ട് പരീക്ഷണങ്ങൾ അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. പരീക്ഷണങ്ങൾ നരകത്തിൽ നിന്നുള്ള രക്ഷപ്പെടാനുള്ള മാർഗങ്ങളാണ്. ഒരിക്കലൊരു സ്ത്രീക്ക് ജിന്നുബാധ ഏറ്റുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ശരീരം ഇളകിക്കൊണ്ടേയിരിക്കുന്ന അവസ്ഥയുണ്ടായി. അങ്ങനെ ശരീരം ഇളകുന്ന സമയത്ത് അവരുടെ വസ്ത്രങ്ങളെല്ലാം അത് നഗ്നയായി പോകുകയാണ്, ഔറത്ത് വെളിവായി പോകുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ദുആ ചെയ്യുന്നതിന് വേണ്ടി ആ സ്ത്രീ വന്നു. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിനോട് ദുആ ചെയ്യണം, എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, ഇൻ ശിഅ്തി സബർതി വലകിൽ ജന്ന, നീ ക്ഷമിക്കുകയാണെങ്കിൽ നിനക്ക് സ്വർഗ്ഗമുണ്ട്. വ ഇൻ ശിഅ്തി ദഅവതുല്ലാഹ അൻ യുആഫിക്, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം, അള്ളാഹു നിനക്ക് ആഫിയത്ത് നൽകുമെന്നാണ്. ആ സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്റെ ഔറത്ത് വെളിവാകുന്ന കാര്യത്തിൽ നിന്നും അത് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഞാൻ മറ്റേത് ക്ഷമിച്ചോളാം, സ്വർഗത്തിന് വേണ്ടി ക്ഷമിച്ചോളാം എന്നാണ്. സ്വഹാബികൾ പിന്നീട് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഈ സ്ത്രീക്ക് രോഗം തുടർന്നുകൊണ്ടേയിരുന്നു. ആ സ്ത്രീക്ക് പിന്നീട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അവളുടെ ഔറത്ത് വെളിവാകുമായിരുന്നില്ല എന്നാണ്. അഥവാ സ്വർഗത്തിന് വേണ്ടി ക്ഷമിക്കാൻ തയ്യാറായിട്ടുള്ള മുൻഗാമികളെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ അവരെക്കുറിച്ച് പറയപ്പെട്ടത്, അവർക്ക് എപ്രകാരമാണ് നമ്മളിൽ ഓരോരുത്തരും അനുഗ്രഹങ്ങളെ ആസ്വദിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നത്, അതുപോലെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർ പ്രതിഫലങ്ങളെ ആഗ്രഹിച്ചുകൊണ്ട് അവർ ക്ഷമിച്ചിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ളത്, അത് റബ്ബ് സുബ്ഹാനഹു വ തആല അതിന്റെ പിന്നിൽ വലിയ ഹിക്മത്തുകൾ ഒരുക്കിയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ബാറകല്ലാഹു ലീ വലക്കും ഫിൽ ഖുർആനിൽ കരീം വനഫഅനി വഇയ്യാകും മിനൽ ആയാതി വദ്ദിക്രിൽ ഹകീം വഅഖൂലു മാ സമിഅ്തും വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ إنه هو الغفور الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, രോഗങ്ങൾക്ക് പിന്നിലുള്ള മറ്റൊരു ലക്ഷ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചതും ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തിയതും, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഒരു വിളിയാളമാണ്. അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങിയെത്താനുള്ള ഒരു വിളിയാളമാണ്. അതിന് അനുഭവത്തിന് സാക്ഷിയായിട്ടുള്ള എത്രയോ ആളുകളുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലഖദ് അർസൽനാ ഇലാ ഉമമിൻ ഖബ്ലിക്, താങ്കൾക്ക് മുമ്പുള്ള ഓരോ സമുദായത്തിലേക്കും നാം ഇതാ വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളും ദുരിതങ്ങളും ഒക്കെ അവർക്ക് നൽകിയിട്ടുണ്ട്. ഫഅഖദ്നാഹും ബിൽ ബഅസാഇ വദ്ദറാ, അവർക്ക് ദുരിതങ്ങളും പ്രയാസങ്ങളും കൊണ്ട് അവരെ പിടികൂടിയിട്ടുണ്ട്. ലഅല്ലഹും യതദറഊൻ, അള്ളാഹുലേക്ക് കേണപേക്ഷിച്ചുകൊണ്ട് അവർ മടങ്ങിയെത്തുന്നതിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയിട്ടുള്ള കാര്യമാണ്. വബലൗനാഹും ബിൽ ഹസനാതി വസ്സയ്യിആത്ത്, നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും നാം അവരെ പരീക്ഷിച്ചത് ലഅല്ലഹും യർജിഊൻ, അവർ അള്ളാഹുലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ്. അതാണ് ഒരു മുഅ്മിന്, ഒരു വിശ്വാസി, അടിസ്ഥാനപരമായ ഹൃദയത്തിൽ വിശ്വാസമുള്ള ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും അവൻ അള്ളാഹുലേക്ക് തിരിയാൻ കാരണമാകാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് മടങ്ങാൻ, ഞാൻ ഈ ചെയ്തു പോയ പാപങ്ങളുടെ ശിക്ഷയായിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് ഇങ്ങനെയുള്ള രോഗങ്ങളും പ്രയാസങ്ങളും നൽകിയിട്ടുള്ളത് എന്ന് സമാധാനിച്ച് ചിന്തിച്ചുകൊണ്ട് ഇത് ക്ഷമിക്കുകയാണെങ്കിൽ പ്രതിഫലമുണ്ടെന്ന് ആശ്വസിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ദീനിലേക്ക് മടങ്ങി വരിക, ഇത് റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം പരീക്ഷണങ്ങൾ നൽകുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിന, ഒരു സത്യവിശ്വാസിക്ക് അല്ലെങ്കിൽ സത്യവിശ്വാസിനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി, അവന്റെ ശരീരത്തിലും സമ്പത്തിലും അവന്റെ കുട്ടികളിലും ഒക്കെ ഉണ്ടാകും. ചില ആളുകൾ വിചാരിക്കും, കുറച്ചു കാലമല്ലല്ലോ, ഒരുപാട് കാലമായി തുടങ്ങിയിട്ട്, എപ്പോഴും പരീക്ഷണമാണല്ലോ, ഒരു രോഗം കഴിയുമ്പോൾ അടുത്തതാണ്, ഒരു പ്രയാസം കഴിയുമ്പോൾ അടുത്തതാണ്, ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹത്താ യൽഖല്ലാഹു വ മാ അലൈഹി ഖതീഅ, നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന വേളയിൽ ഒരു പാപവും അവനിൽ ബാക്കിയുണ്ടാവുകയില്ല. ഇതിനു വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നൽകുന്നത് എന്നുള്ളതാണ്. അതേപോലെ തന്നെ സഹോദരങ്ങളെ, ഇത്തരം പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ഇങ്ങനെ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ രോഗമാണോ എനിക്ക് ഒരുപാടുണ്ടായിട്ടുള്ളതല്ല ആഫിയത്താണോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല.
നമ്മൾ രോഗമാണോ ആഫിയത്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത്? രോഗമാണോ അതല്ല പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെട്ട അവസ്ഥയാണോ നമുക്ക് കൂടുതലായിട്ടുണ്ടായിട്ടുള്ളത്? പലപ്പോഴും ചിന്തിക്കാറില്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത്തരം രോഗങ്ങൾ എനിക്ക് വളരെ കുറഞ്ഞ സമയത്തേ ഉണ്ടായിരുന്നുള്ളൂ എന്നോരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളാണ് രോഗങ്ങളെക്കാൾ കൂടുതലെന്ന് ചിന്തിക്കുമ്പോൾ സഹോദരങ്ങളെ അത് വലിയ ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതേപോലെ തനിക്ക് ചുറ്റുമുള്ള രോഗങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുടെ അവസ്ഥ അറിയാനും ചിലപ്പോൾ ചില രോഗങ്ങൾ നമുക്ക് കാരണമായേക്കാം. അതല്ല എങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. രോഗങ്ങൾ ഉണ്ടാകുന്ന എത്രയോ ആളുകൾ ചുറ്റുമുണ്ട്. അവരുടെ മാനസികമായ പ്രയാസം എന്താണ്, അവർ അനുഭവിക്കുന്ന വേദനയുടെ കാഠിന്യം എന്താണ്, ഇത് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കുക സമാനമായ അതല്ലെങ്കിൽ അതുപോലെയുള്ള രോഗങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് ഇതെല്ലാം രോഗത്തിന്റെ പിന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള വലിയ ഹിക്മത്തുകളാണെന്ന് മനസ്സിലാക്കുകയും അല്ലാഹുവിന്റെ ഏതു വിധിയെയും റബ്ബ് സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ള ഏതു വിധിയെയും കൃത്യമായി ക്ഷമയോടുകൂടി അതിനെ നോക്കിക്കാണുകയും അതിൽ പ്രതിഫലം പ്രതീക്ഷിക്കുകയും ചെയ്യുക എന്നുള്ളത് സഹോദരങ്ങളെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നമുക്ക് ലഭിക്കാനുള്ള കാര്യമാണ്. ഇനി ചില ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, നമ്മൾ ദീനുള്ള ആളുകൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പുറത്തത് അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ തന്നെ നിഷേധിച്ച് നടക്കുന്ന ആളുകൾക്ക് അങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചിലപ്പോൾ ചില ആളുകൾ ചിന്തിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹിൽ ഖൈർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അജ്ജല ലഹുൽ ഉഖൂബത ഫിദ് ദുനിയ, അള്ളാഹു തആല ദുനിയാവിൽ തന്നെ അവന്റെ ശിക്ഷകൾ നൽകും, പരലോകത്തേക്ക് വെക്കുകയില്ല. അവന് സംഭവിച്ചു പോയിട്ടുള്ള കുറവുകൾ, അവൻ സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ, അതിന്റെ ശിക്ഷ റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെ ദുനിയാവിൽ തന്നെ നൽകി അവന് ദുനിയാവിൽ തന്നെ കാര്യങ്ങൾ അത് തീർപ്പാക്കുന്നതാണ്. എന്നാൽ ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ശർ, ഒരടിമക്ക് അള്ളാഹു ഷർറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അംസക അൻഹു ബിദംബിഹി, അവന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപങ്ങൾക്കുള്ള ശിക്ഷയൊന്നും ദുനിയാവിൽ നൽകുന്നില്ല. ഹത്താ യുവാഫി ബിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിന്റെ ശിക്ഷയെല്ലാം അവന് കാണേണ്ടി വരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ യുസിബ് മിൻഹു, ആർക്കെങ്കിലും അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന് മുസീബത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നുള്ളതാണ്. അതുകൊണ്ട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരെ നിങ്ങൾ ചിന്തിക്കുക, അഫ്ളലുൽ ഖൽഖായിട്ടുള്ള അഷ്റഫുൽ ഖൽഖായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, വിവിധങ്ങളായ രോഗങ്ങൾ അവിടത്തേക്കുണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ അടയാളമല്ല ഒരാൾക്ക് രോഗം നൽകുക, ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സാമ്പത്തികമായ ഞെരുക്കൾ നൽകുക, അതൊരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല അയാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതിന്റെ അടയാളമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന വേളയിലും അവിടുത്തെ പടച്ചട്ട അത് പണയം വെച്ചിട്ടാണ് അവിടുന്ന് വഫാത്തായിട്ടുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അഥവാ ദാരിദ്ര്യവും ആവോളം അവിടുന്ന് അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, രോഗങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം രോഗങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന വേളയിൽ മനസ്സ് പതറിപ്പോകാൻ പാടില്ല. കൂടുതൽ കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും ഇബാദത്തുകളിലൂടെ ആസ്വാദനങ്ങൾ കണ്ടുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും പ്രതിഫലം പ്രതീക്ഷിക്കുകയുമാണ് നാം ചെയ്യേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബനാ കുല്ലഹാ دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نعوذ بك من منكرات الأخلاق والأعمال والأهواء والأدواء. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.